പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭാരതമായ സ്വാഗതം. നമ്മുടെ ബബ്ബബ്ബ എന്ന സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ, അതുപോലെ ഇന്നത്തെ ബുക്കിംഗ്, ഇതൊക്കെ തന്നെ നമുക്ക് നോക്കാം. മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ഞായറാഴ്ച ദിവസം ഈ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ശനിയാഴ്ച ദിവസത്തിനേക്കാൾ കൂടിയ കളക്ഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പം 2,70,00,000 രൂപയുണ്ട് ട്രാക്കിങ്. ഇന്നലെ 2,60,00,000 ഉള്ളായിരുന്നു. ഇന്നലെ കേരളത്തിൽ നിന്ന് 3,40,00,000 കളക്ട് ചെയ്ത ഈ ചിത്രം ഇന്ന് 3.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വരെ 14,20,00,000 കേരള കളക്ഷൻ എങ്കിൽ ഇന്ന് കൊണ്ട് ഇത് 18 കോടിക്കടുത്ത് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ 4ാമത്തെ ദിവസമായ ഞായറാഴ്ച ഉണ്ട്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം 18 കോടി കളക്ട് ചെയ്യുന്നു. വേൾഡ് വൈഡ് ഫാക്നിക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഗ്രോഫായിട്ട് ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഫാക്നിക്കിൻ്റെ കണക്കും പ്രകാരം ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 15,55,00,000, ഓവർസീസ് കളക്ഷനായിട്ട് 15,20,00,000. അങ്ങനെ 30,75,00,000 രൂപയാണ് 3 ദിവസത്തെ കളക്ഷൻ. പലരും പല രീതി പറയുന്നത് കേട്ടു. 27 കോടിയേ ഉള്ളതെന്ന് പറയുന്നു. അതും റിപ്പോർട്ട് പറയുന്ന ഫാക്ടിക്കിൻ്റെ റിപ്പോർട്ടും പ്രകാരമാണ് പറയുന്നത്. അത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലർ വന്ന് എന്നെ പള്ളി പറയുന്നത് കേട്ടു. ഏതായാലും 30,75,00,000 രൂപയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നുകൊണ്ട് ഏകദേശം 7 കോടി രൂപയ്ക്കടുത്ത് ഇന്നും കളക്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ്. അങ്ങനെയെങ്കിൽ 37-38 കോടി റേഞ്ചിലേക്ക് ഇന്നുകൊണ്ട് ചിത്രം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില ചാനലുകൾ 27 കോടിയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു 3 ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ എല്ലാവരും പറഞ്ഞത് 24 കോടിയാണെന്ന്. ഇന്നലത്തെ കേരള കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു 3,40,00,000. അങ്ങനെയെങ്കിൽ തന്നെ 4,3,7 27,40,00,000 തന്നെ അത് തന്നെയായി. പിന്നെ വേൾഡ് വൈഡിൽ നിന്നൊന്നും കിട്ടിയില്ലേ. ഇങ്ങനെയൊക്കെയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും ട്രാക്കർമാർ നൽകുന്ന കളക്ഷനല്ലേ ഉണ്ട്. ഞായറാഴ്ച കൊണ്ട് ഏകദേശം 35 കോടിക്ക് മുകളിൽ ഒരു 37 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്ക് കിട്ടുന്ന വിവരമല്ലേ നമുക്ക് പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ബുക്കിംഗ് നോക്കുമ്പോൾ ഏകദേശം 3,000, 4,000, 5,000 ടിക്കറ്റൊക്കെ മണിക്കൂറിൽ വിറ്റ് മാറുന്നതായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരി ഡീഗ്രേഡിങ്, അടുത്ത കാലത്തൊന്നും ഇത്ര ഡീഗ്രേഡിങ് നേടിയ ഒരു ചിത്രം ഇല്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ദിലീപ് നായകനായതുകൊണ്ട് എവിടെ നിന്ന് ഡീഗ്രേഡിങ് ആണ്. അപ്പം അതിനിടയിൽ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് തന്നെ വളരെ അത്ഭുതമാണ്. ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായമായിരുന്നു ആദ്യ മണിക്കൂറിൽ വന്നത്. പിന്നെ അതിനുശേഷം നെഗറ്റീവായി. പിന്നെ ചില യൂട്യൂബ് ചാനലുകൾ നെഗറ്റീവിൻ്റെ പുറത്ത് നെഗറ്റീവായി. പിന്നെ പിറ്റേന്നായപ്പോഴത്തേന് ചെറിയ പോസിറ്റീവായി. ഇന്നും പോസിറ്റീവായിട്ടാണ്. തിയേറ്ററിലൊക്കെ നിറഞ്ഞ സദസ്സിൽ തന്നെയാണ് ചിത്രം പ്രദർശനം തുടരുന്നത്. അതുകൊണ്ടാണ് 2,40,00,000 ഇന്നലെയും കളക്ട് ചെയ്തത്. ഇന്നും ഏകദേശം 3.5 കോടി 4 കോടിക്ക് അടുത്ത് വരുന്നത്. അത് തിയേറ്ററിന് ആളുള്ളത് കൊണ്ടാണ്. അപ്പം കേരളത്തിലെ കളക്ഷൻ തന്നെ 4 ദിവസം കൊണ്ട് തന്നെ 18 കോടിക്ക് അടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ മികച്ച കളക്ഷൻ തന്നെയാണ്. ഒരു ദിലീപ് സിനിമയെ സംബന്ധിച്ച് പമ്പൻ കളക്ഷൻ തന്നെയാണ്. ദിലീപ് അല്ലല്ലോ ഇതിനകത്തെ ഈ കളക്ഷൻ പവർ എന്ന് പറയുന്നത് നമുക്കറിയാം, ലാലേട്ടൻ തന്നെയാണ്. അപ്പം മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അതുപോലെ പലരും ഇതിൻ്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നുണ്ട്. 50 കോടിയൊക്കെ ബഡ്ജറ്റ് എന്ന് പറയും. ട്രാക്കർമാരായ ഫാക്നിക്ക് പുറത്തു വിട്ടേക്കുന്ന കണക്കും പറയാൻ 30 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റായിട്ടാണ് പറയുന്നത്. 30 കോടിയെങ്കിൽ ഏകദേശം 60 കോടിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇതൊരു വിജയചിത്രമായി മാറും. പിന്നെ തർക്കിക്കാൻ നമ്മളാളല്ല, നമ്മളല്ലോ ചിത്രം പിടിച്ചത്. അപ്പം ചില ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടും പ്രകാരമാണ് നമ്മൾ പറയുന്നത്. ചിലവർ പറയുന്നു 50 കോടിയുണ്ട്, ചിലവർ 40 കോടി പറയുന്നു, ചിലവ് 30 കോടി പറയുന്നു. കൃത്യം മുടക്കിയ നിർമ്മാതാവിനറിയാം എത്ര മുടക്കിയെന്നല്ലേ. അത് മാത്രമേ ഉള്ളൂ നമുക്കറിയാവുന്നത്. ഏതായാലും ദിലീപിൻ്റെ ചിത്രം അത് ലാലേട്ടൻ അഭിനയിക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷം ആൾക്കാരും എനിക്ക് തോന്നുന്നു ലാലേട്ടനെ എതിർക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇത് 50 കോടി വരെ ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതെങ്ങനെ പോയാലും വിജയചിത്രമാകത്തില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പുമായിട്ട് വിചാരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 50 കോടിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു വിജയചിത്രമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്.
ദിലീപിനെ സംബന്ധിച്ച് എങ്ങനെയായാലും വമ്പൻ തിരിച്ചുവരവാണ്. ഇനി അടുത്ത ചിത്രങ്ങളിലൊക്കെ എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ ബൈ.